കെഎസ്ആർടിസിയുടെ സ്ത്രീ സൗജന്യ യാത്ര സ്വകാര്യ ബസ് വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കിയെന്ന് ആരോപിച്ച് വെള്ളിയാഴ്ച പാലക്കാട് കൊഴിഞ്ഞാമ്പാറ റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്കും. നമ്മൾ പാലക്കാട് ഗോപാലപുരം റോഡിൽ ഓടുന്ന എല്ലാ സ്ഥലത്തും 10 മിനിറ്റ് വണ്ടികളാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ സൗജന്യ യാത്ര ഇതായ കാരണം നമുക്ക് ഇതിനെ കൊണ്ട് കഴിയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ആദ്യം 1000 ശമ്പളം കിട്ടുന്നത് ഇപ്പോൾ 500-400 അവർക്ക് ഫ്രീ കൊടുത്തോട്ടെ, എന്നാൽ സീറ്റ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇങ്ങനെ വയസ്സായ 60 വയസ്സിന് മേലുള്ളവർക്ക് അവർക്ക് കൊടുത്തോട്ടെ, അവർക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുത്തോട്ടെ. ഇത് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്കും ഗവൺമെൻറ് ജോലിക്കാർക്കും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. സൂചനാ സമരത്തിന്റെ ഭാഗമായി പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഗോപാലപുരം റൂട്ടിലാണ് ആദ്യഘട്ടമായി സൂചനാ പണിമുടക്ക് നടത്തുകയെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ വെള്ളിയാഴ്ച സർവീസ് നടത്തില്ല. പാലക്കാട് ഗോപാലപുരം റൂട്ടിൽ 10 മിനിറ്റ് ഇടവേളകളിലായി 25-ലധികം കെഎസ്ആർടിസി ബസ്സുകളാണ് ദിവസവും സർവീസ് നടത്തുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായതിനാൽ ഈ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരില്ലെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ സത്യൻ പറഞ്ഞു. സ്വകാര്യ ബസ്സുകളിൽ ഇന്ധനം നിറയ്ക്കാനും തൊഴിലാളികൾക്ക് വേതനം കൊടുക്കാനും വഴിയില്ലാതായതായും അസോസിയേഷൻ ഭാരവാഹികളായ സുധാകരൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു. ഗവൺമെന്റ് തെറ്റായ ഒരു മോട്ടോർ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മോട്ടോർ വ്യവസായ മേഖല വലിയൊരു പ്രതിസന്ധിയിലാണ്. പാലക്കാട് ജില്ലയിൽ ഏകദേശം 100ഓളം ബസ്സുകൾ ലീവ് ഫോമിലേക്ക് കയറ്റിയിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് 10-ാം തീയതി പാലക്കാട് കൊഴിഞ്ഞാമ്പാറ റൂട്ടിലുള്ള സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു പണിമുടക്കിലേക്ക് പോവുകയാണ്. ഈ പണിമുടക്കിലേക്ക് പോകാനുള്ള സാഹചര്യം 50ഓളം വരുന്ന സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന സ്ഥലത്ത് 20ഓളം കെഎസ്ആർടിസികൾ സൗജന്യ യാത്ര നടത്തുന്നു. അപ്പോൾ അതിൽ നമുക്കെതിരല്ല, അത് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള നടപടിയുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാത്തതുകൊണ്ട് പ്രതിദിനം ഡീസൽ വില വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഫെയർ പാസിൻ്റെ വില വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തൊഴിലാളികൾക്ക് ശമ്പളം പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ്. ബസ്സിൽ ഏറ്റവും കൂടുതൽ കയറുന്ന സ്ത്രീകളാണ്. ആ സ്ത്രീകളെല്ലാം സൗജന്യ യാത്രയിൽ പോയതോടുകൂടി സ്വകാര്യ ബസ് മേഖലയിലെ കളക്ഷൻ പരിപൂർണമായി കുറയുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ വ്യവസായ മേഖലയെ സംരക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ട് BMS ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ പ്രൈവറ്റ് വണ്ടികൾ കംപ്ലീറ്റും വർഷത്തിലാണ് ഓടുന്നത്. കാലത്തോട്ട് വൈകുന്നേരം വരെ ഓടിയ ഡീസൽ അടിക്കാൻ പോലും പൈസ കിട്ടില്ല. ഇതാണ് അവസ്ഥ. നേരത്തെ മറ്റേ യാത്രക്കാർ പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമാണ്. അവർക്ക് സൗജന്യ യാത്ര കൊടുക്കുകയും ചെയ്തു. പ്രൈവറ്റ് ബസ്സുകളിൽ മൊത്തം ആളേ ഇല്ല. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കാൻ അടിയന്തരമായ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. UTV ന്യൂസ്, പാലക്കാട്.